വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. വന്നിടുവേ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. വാഴുന്നാരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു. വാഴുന്നാരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു. വന്നിടുവേ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. വന്നിടുവേ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. പാപത്തെ ശാന്തം മരണമേ, അതു നിന്നെ നശിപ്പിക്കുമേ. പാപത്തെ ശാന്തം മരണമേ, അതു നിന്നെ നശിപ്പിക്കുമേ. ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യജീവനാണെന്നു വിശ്വസിക്കുക. ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യജീവനാണെന്നു വിശ്വസിക്കുക. വന്നിടുവേ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. വന്നിടുവേ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. എന്നോ നീ മരിച്ചാലെന്നോ പോ, ദൈവകോപം നീങ്ങിയോ. എന്നോ നീ മരിച്ചാലെന്നോ പോ, ദൈവകോപം നീങ്ങിയോ. നിനക്കായി യേശു ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നള്ളി മഹിമയിൽ. നിനക്കായി യേശു ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നള്ളി മഹിമയിൽ. വന്നിടുവേ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. വന്നിടുവേ യേശുപാദം ചേർന്നിടുവേ, പാപത്തെ വിട്ടോടിടുവേ. മരണമേ നിനയാതെ രാമേ, അതു നിന്നെ സന്ധിക്കുമേ. മരണമേ നിനയാതെ രാമേ, അതു നിന്നെ സന്ധിക്കുമേ. മരിച്ചോ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നിരമായോ. മരിച്ചോ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നിരമായോ.
വിശ്വസിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഏക മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോക ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വർഷം അത് നമുക്കറിയാം നിലനിൽക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. യേശുക്രിസ്തു ആമേൻ ജനിക്കുന്നതിന് മുമ്പേ ലോകത്തിൽ അനേക യാഗങ്ങൾ നിലനിന്നിരുന്നു. ആമേൻ, യജ്ഞയാഗം, ഹോമയാഗം, പാപയാഗം, കരപൂർണയാഗം, അഗത്യയാഗം എന്ന ഈ യാഗങ്ങളെല്ലാം മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി ദൈവം വെച്ച ആമേൻ പ്രക്രിയയായിരുന്നു. എന്നാൽ അത് മനുഷ്യന് നിർവഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തന്നെ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമർപ്പിക്കുവാനായി ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തുവിനെ അയച്ചു. പാപമില്ലാത്ത പരിശുദ്ധൻ ഒരു കന്യകയുടെ ഉദരത്തിൽ ഭൂജാതനായി. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അവൻ പാപമില്ലാത്ത പരിശുദ്ധൻ ആമേൻ ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുകൊണ്ട് അവൻ ക്രൂശിന്റെ യാഗമായി. നാം കൈകൊണ്ട് ചെയ്ത പാപത്തിനു വേണ്ടി തമ്പുരാന്റെ പാപമില്ലാത്ത കരങ്ങൾ കാരിരുമ്പാണി അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. നാം തലകൊണ്ട് ചിന്തിച്ച പാപത്തിനു വേണ്ടി നമ്മുടെ കയ്യിൽ മുൾക്കിരീടം അടിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തുവിന്റെ പാപമില്ലാത്ത ശിരസ് അതേ മുൾക്കിരീടം അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. നാം ഹൃദയത്തിൽ കരുതിയിരുന്ന ചിന്തിച്ച പാപത്തിനു വേണ്ടി നമ്മുടെ ഹൃദയം കുത്തുകൊള്ളേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തുവിന്റെ ഹൃദയം കുത്തുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. നാം കാലുകൾ കൊണ്ട് നടന്ന് ചെയ്ത പാപത്തിനു വേണ്ടി നമ്മുടെ കാലുകൾ കാരിരുമ്പണി അടിക്കേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തുവിന്റെ പാപമില്ലാത്ത പരിശുദ്ധമായ കാലുകൾ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവന്റെ ശരീരം മുഴുവനും നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിങ്ങനെ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്കുമാറിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലല്ലോ എന്ന്. അത് യേശുവിന് ജനിച്ചപ്പോൾ മുതൽ ആമേൻ മരിക്കുന്നിടം വരെയും ശത്രുക്കൾ ഉണ്ടായിരുന്നു. എന്തിനാ ശത്രുക്കൾ? സത്യം പറഞ്ഞത് നിമിത്തം, സത്യം പ്രവർത്തിച്ചത് നിമിത്തം, സത്യം ചെയ്തത് നിമിത്തം അവനെ എങ്ങനെയും തകർക്കുവാൻ അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും അവന് പിന്നാലെ കൂടുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ തന്റെ സമയം വരെയും താൻ പിതാവ് നിശ്ചയിച്ച സമയം വരെയും ആർക്കും അവൻ ഒടുക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് മനുഷ്യരാരും ചെയ്യാത്ത പ്രവൃത്തികൾ യേശു തമ്പുരാൻ ചെയ്തു. അവൻ കുരുവന്മാർക്ക് കാഴ്ച കൊടുത്തു, മൃഗന്മാരെ അവൻ നടക്കുമാറാക്കി, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കി, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു. ആമേൻ, ഇങ്ങനെ സമാധാനമില്ലാത്തവരെ അവന്റെ അടിയിലേക്ക് വിളിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും തന്റെ അടുക്കലേക്ക് വിളിച്ച അതേ ഏക വിപ്ലവകാരി എന്റെ യേശു തമ്പുരാൻ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ വചനം ഇന്നും പ്രവേശിക്കപ്പെടുന്നത്. നമുക്കറിയാൻ ഏക മഹാരഥന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. സമർത്ഥനായ ശീശ്വരൻ, പ്രസിദ്ധനായ ഹോമരൻ, സമത്വമത്വ സേവൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി. കാലചക്ര വിപ്ലവത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക? മാറ്റമൊന്നുമില്ലതിൽ. അനേക മഹാരഥന്മാർ ലോകത്തിൽ വന്ന് ജീവിച്ച് അവരെല്ലാം മരിച്ചു മണ്ണടിഞ്ഞു പോയപ്പോൾ എന്റെ യേശുക്രിസ്തുവിന്റെ കല്ലറ അതിന്നും തുറന്നു കിടക്കുന്നു. കാരണമെന്ത്? അവൻ മരിച്ചത് ദൈവമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ എന്റെ യേശു വിളിപ്പിച്ചു, അവൻ വെടിവെച്ചു. ആകിയാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി മരണഭീതിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഞങ്ങൾ ഒരു കാലത്ത് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് നടന്നവനായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തു സമയത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ചിന്തകൾ മാറി, ഞങ്ങളുടെ പ്രവർത്തികൾ മാറി. അതേ യേശുക്രിസ്തുവിന് വേണ്ടി ശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഇന്നോ നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായിത്തീരുന്നു. ഈ സന്തോഷവും സമാധാനവും പ്രത്യാശയും മറ്റുള്ളവരും അനുഭവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് ഘോഷിക്കുന്നത്. അതേ ദൈവത്തിന്റെ അന്ത്യകൽപ്പനയാണിത്. അതേ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രത്യാശ, നിങ്ങൾ
നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം അത് മറ്റുള്ളവർക്കും പകുത്തു കൊടുക്കണം. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതേ ദൈവം തമ്പുരാനെന്ന് വേറെ പറഞ്ഞു. സ്വർഗരാജ്യത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞത് എന്റെ യേശു ക്രിസ്തു മാത്രമാണ്. അതേ സ്വർഗരാജ്യം, അതേ ഹല്ലേലൂയ, നല്ല മുത്തന്വേഷിക്കുന്ന വ്യാപാരിയുടെ സദൃശൻ. സ്വർഗരാജ്യം അത് വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശൻ. സ്വർഗരാജ്യം 10 ആമേൻ ഹല്ലേലൂയ വിളക്കെടുത്തുകൊണ്ട് തന്റെ രാജാവിനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശൻ. സ്വർഗരാജ്യം അത് കടുകമണിയോട് സദൃശൻ. അത് അനേക സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതെല്ലാം സത്യമായിരുന്നു. യേശു തമ്പുരാൻ ഒരു വാക്ക് പറയുന്നതിന് മുൻപ് 2 സത്യം ചെയ്തിട്ടാണ് ലോകത്തോട് അവൻ അരുളി ചെയ്തത്. ഒരു വാക്ക് പോലും ഈ ലോകത്തിൽ കള്ളം പറയാത്തവൻ ആരുണ്ടെന്ന് ചോദിച്ചാൽ അതെന്റെ യേശു ക്രിസ്തു മാത്രമാണ്. താൻ പറഞ്ഞതൊന്നും അവൻ കളവായിരുന്നില്ല, ഭോഷ്കായിരുന്നില്ല, അത് കള്ളമായിരുന്നില്ല. താൻ സത്യമെന്ന് ഒരു വാക്ക് പറയുന്നതിന് മുൻപ് 2 സത്യം ചെയ്തിട്ടാണ് യേശു ക്രിസ്തു ലോകത്തോട് അരുളി ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ധൈര്യമായി, ആധികാരികമായി, സന്തോഷത്തോടെ, പ്രത്യാശത്തോടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾ കേൾക്കുന്ന ഏവരും ആമേൻ കർത്താവിനെ സ്വീകരിക്കണം. അതേ ദൈവവചനം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യരായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശില മരണത്തെ അവൻ അനുസരണമുള്ളവനായി തീർന്നു. പിതാവാൻ ദൈവം പുത്രനോട് എന്തെല്ലാം കൽപ്പിച്ചുവോ അതെല്ലാം അനുസരിക്കുന്നവനായിരുന്നു യേശു തമ്പുരാൻ. അതേ നമ്മളോട് കർത്താവ് പറയുന്നത് നാം അനുസരിക്കുന്നുണ്ടോ? നമ്മളോട് ദൈവം പറഞ്ഞത് അത് യേശു ക്രിസ്തു ആദ്യം ലോകത്തോട് വന്ന് പറഞ്ഞത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ആരെങ്കിലും മാനസാന്തരപ്പെടുന്നുണ്ടോ? നാം എല്ലാം ജന്മനാ പാപികളാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച് പാതാളത്തിൽ പോകുവാനല്ല. പിന്നെയോ ഏത് മനുഷ്യനും ഒരു മാനസാന്തരം ആവശ്യമാണ്. കർത്താവേ, ഞാൻ പാപിയായിരുന്നു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവന് സ്വർഗവും നൽകപ്പെടുന്ന ഈ താനലോകത്തിലേക്ക് വന്നത് എന്റെ പാപത്തിന് വേണ്ടിയായിരുന്നു. കർത്താവേ, അങ്ങേ ഞാൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അത് യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പുതിയ മാറ്റമാണ്, ഒരു പുതിയ ചിന്തയാണ്, ഒരു പുതിയ പ്രാർത്ഥനയാണ്, ഒരു പുതിയ സന്ദേശമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ എത്താനും കഴിക്കുന്ന ഒരു സന്ദേശത്തിന്റെ, അനുഗ്രഹത്തിന്റെ, സമാധാനത്തിന്റെ, പ്രത്യാശയുടെ അനുഭവം നമുക്ക് നേടിയെടുക്കുവാൻ ഇടയായിത്തീരും. അതേ മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, നാം രക്ഷ പ്രാപിപ്പാൻ, നാം അനുഗ്രഹം പ്രാപിപ്പാൻ ആമേൻ ഭൂമിക്ക് മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലവേ ഇല്ല എന്ന് വിശുദ്ധതിരുവെടുത്ത് വിളിച്ചു പറയുന്നു. ആകയാൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആകയാൽ കാലം തികഞ്ഞു. നമുക്കറിയാം, ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഗുരുക്കന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയവും അവൻ ബഹുമാനവും സ്നേഹവുമായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിയാൽ ഗുരുക്കന്മാരൊക്കെയും വിദ്യാർത്ഥികളെ കാണുമ്പോൾ ഭയന്ന് നടക്കുകയാണ്. മാതാക്കന്മാരെ എനിക്കെന്ത് ഭയമായിരുന്നു, ബഹുമാനമായിരുന്നു. എന്നാൽ ഇന്ന് ഭവനങ്ങളിൽ നോക്കിയാൽ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ഭയന്നിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ എവിടെയും ഭയവും ഭീതിയും നിരാശയും, എവിടെയും മദ്യവും മയക്കുമരുന്നും അനേകരെ കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവഭയമില്ല, ദൈവസ്നേഹമില്ല, ദൈവത്തിന്റെ വചനം അവർക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടത്രേ ഇത്രയൊക്കെ ഹീനമായ കൃത്യങ്ങൾ നടക്കുന്നത്. എവിടെയും കൊലപാതകം, എവിടെയും പീഡനം, എവിടെയും അൽസരത, എവിടെയും പിടിച്ചുപറികൾ, മദ്യപാനം, വെടിക്കൂത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അതേ ദൈവം തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്നേഹികളും ദ്രവ്യാഗ്രഹികളും അഹങ്കാരികളും ഒമ്പയറിയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഏഷണിക്കാരുമായി ആമേൻ ഹല്ലേലൂയ ദൈവപ്രിയരായി ഭോഗപ്രിയരായി അതിന്റെ ഭക്തിയെ തേച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും അതിന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു വരുവാൻ സമയമായി. നാം ഒരുങ്ങിയിട്ടുണ്ടോ? യേശുക്രിസ്തു വരുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ ഒരു മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ നാശനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ട ഒരു സമയമുണ്ട്. അത് ദൈവം ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്ന്. അതേ നാം യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം, യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. അനേക ദൈവങ്ങളില്ല, ദൈവം ഒരുവനേ ഉള്ളൂ. അവൻ എല്ലാവർക്കും മറുവിലയായി സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു ഒരുവൻ തന്നെ.
തന്നെ അവനെ നിങ്ങൾ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവനെ നിങ്ങൾ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം യേശു ക്രിസ്തു ഒരുവൻ പാപമില്ലാത്ത പരിശുദ്ധൻ ലോകത്തോട് വിളിച്ചു ചോദിച്ചു, നിങ്ങളെല്ലാം എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പീലാത്തോസിന്റെ വിധി. ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഇവരെ കൊണ്ടുപോയി ക്രൂശിക്കാൻ പറയുന്നു. ഒരു കുറ്റവും ഇല്ലാത്തവരെ എന്തിനാണ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത്? അതാണ് ലോകത്തിന്റെ വിധി. ഒരു കുറ്റവും ചെയ്യാത്തവരെ ശിക്ഷിക്കുന്ന ലോകമല്ലേ ഇങ്ങനെയുള്ളത്? യേശു ക്രിസ്തുവിനെ കുറിച്ച്, നല്ല ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ എത്ര പേർ കല്ലെറിയുന്നു, എത്ര പേർ പരിഹസിക്കുന്നു, എത്ര പേർ പുച്ഛിതരാകുന്നു. എന്നാൽ ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസവും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം രക്ഷിക്കപ്പെടും. യേശുവിന്റെ മാർഗം പട്ടണത്തെയല്ല, അത് പരിഹാസത്തിന്റെയും നിന്നയുടെയുമാണ്, അത് കക്ഷതയുടേതാണ്. അത് എന്നാൽ ഈ ജീവിതം അത് അല്പകാലത്തേക്കുള്ളതാണ്. ഏത് മനുഷ്യന് ജനിച്ചാലും മരണം ഒരിക്കൽ നിശ്ചയമാണ്. എന്നാൽ മരണശേഷം നമുക്കൊരു നിത്യജീവനുണ്ട്. അത് വിശുദ്ധ തിരുവചനത്തെ വ്യക്തമായി പറയുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നൊരു ന്യായവിധി നമുക്കുണ്ട്. ഈ അല്പകാലത്തെ ജീവിതം നമുക്ക് കർത്താവിനായി ജീവിക്കുന്നുവെങ്കിൽ വളരെ നിത്യമരണമില്ലാത്ത, അതിന് രോഗമില്ലാത്ത, വ്യാകുലതകളില്ലാത്ത, ഭീതിയില്ലാത്ത ഒരു രാജ്യം നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നു. അതാണ് യേശുവിനെ രക്ഷകനായി ഹൃദയങ്ങളിൽ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അത് ഒരു നിത്യതയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന്. അത് നമുക്കറിയാം. ലോകത്തിൽ അനേക മഹാരന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്, അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം വിവരിക്കുവാനോ ഇവിടെ സമയമില്ല. അതെല്ലാം കാറ്റില് അതേ പാറിപ്പോയി പറന്നുപോയി. എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ ഒന്നിന് പുറകെ ഒന്നായി അതേ ഹളരെ സ്വർണ്ണത്തളിക പോലെ അത് ജയിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അതേ ഇന്നും അത് സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മരണമില്ല, അത് നിത്യവരെയും സേവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആകയാൽ യേശു ക്രിസ്തുവിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഞങ്ങൾ. അതിനായാണ് ഈ പഴയ സമയത്തും ഈ വെയിലത്തും കർത്താവെ ചൂട് സഹിച്ചുകൊണ്ട് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞങ്ങൾ ഈ വിലയേറിയ അവസരം ആമേൻ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇത്രത്തോളം ആമേൻ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നല്ലവരായ ആമേൻ ബിസിനസ്സുകാർക്ക്, ആമേൻ ഓട്ടോ ഡ്രൈവേഴ്സിന്, എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ദൈവം സഹായിക്കുന്ന ദൈവമാണ്, ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ ആപത്തിൽ നിന്ന് അനർത്ഥത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ടല്ലേ യാത്ര തുടരുന്നത്. അതേ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചിന്തിപ്പിക്കുമെന്ന്. പുത്രനെ സ്നേഹിക്കണം, യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം, യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം, അവനെ മറ്റുള്ളവരുടെ മുൻപാകെ ഉയർത്തിക്കാട്ടണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെ കുറിച്ച് നാണിച്ചാൽ ഞാൻ ദൈവദൂതന്മാരുടെ മുൻപാകെ നിങ്ങളെയും കുറിച്ച് നാണിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. ആകെ ലക്ഷ്യകൂടാതെ ഈ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ആണ് ഞങ്ങൾ എന്ന് പറയേക്കാളും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. യേശു ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ലോകം തരാത്ത സമാധാനം, യേശു ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ലോകം തരാത്ത പ്രത്യാശ, യേശു ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ലോകം തരാത്ത സന്തോഷം അതേ ഞങ്ങൾ അനുഭവിക്കുന്നു. നമുക്കറിയാം അനേകർ മദ്യപിച്ച് ആമേൻ ഹല്ലേലൂയ ഉന്മന്തരായി തീർന്നു. അതിനവർ സന്തോഷം നേടുന്നു. അനേകർ ചീട്ടുകളിൽ സന്തോഷം നേടുന്നു. അനേകർ മറ്റ് ആമേൻ ലോകമില്ല സിനിമ കണ്ട് സന്തോഷം നേടുന്നു. അനേകർ സീരി കണ്ട് സന്തോഷം നേടുന്നു. എന്നാൽ ഞങ്ങളോ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അതിലാണ് ഞങ്ങളുടെ ലഹരി. അതിൽ ഞങ്ങൾ സന്തോഷം തേടുന്നു. അത് ദൈവത്തെ ആരാധിക്കുന്ന നാട് ഞങ്ങളുടെ ലഹരി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാട് ഞങ്ങളുടെ ലഹരി, ദൈവത്തെ സ്തുതിക്കുന്ന നാട് ഞങ്ങളുടെ ലഹരി. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തെ ആർത്തുഘോഷിക്കാമെന്ന്. ആർത്തുഘോഷിക്കുവാൻ അതേ പക്ഷെ ഗംഭീര വീണ കൊണ്ടും വാദിത്രം കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. ആകയാൽ ദൈവത്തെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആകയാൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ യേശു കർത്താവിനെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിപ്പാൻ
ചെയ്യാൻ കർത്താവ് ന്യായവിധി നടത്തുമ്പോൾ യേശുവിനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ആരോടും ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങളവനെ കേട്ടിട്ടില്ല എന്ന് പറയരുത്. യാബേൻ ശിഷ്യന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരോ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എപ്പോഴാകുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ നാമം ഭൂലോകമൊക്കെയും അറിയപ്പെടുമ്പോൾ എന്റെ വരവാകും. അത് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു കുറിച്ച് വരുവാൻ സമയമായി. അവന്റെ കാഹളനാദത്തിനു വേണ്ടി നമുക്ക് കാതോർക്കാം. കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ നിരത്താൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതേ ആ നല്ല സുദിനം, സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ അവസരം നാം ആരും പാഴാക്കി കളയരുത്. നമുക്കൊരു നിത്യതയുണ്ട്. ഈ അല്പകാലത്തെ ജീവിതം അത് കർത്താവിനായി ജീവിക്കുന്നുവെങ്കിൽ നമുക്കൊരു നിത്യതയുണ്ട്. ചെറുപ്പൂരമാണെന്റെ നിത്യമാമീട്, എന്റെ നിത്യമാമീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം ചെറുപ്പൂരമാണ് എന്റെ നിത്യമാമീട്, എന്റെ നിത്യമാമീട്. എന്റെയാണ് കഷ്ടത മാത്രം എന്റെയാണ് കാലം നാളുവീരം ആയതിൻപ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറഞ്ഞു പ്രിയനോട് ചേരുമാകെ ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഓ ഞാൻ പറഞ്ഞു പ്രിയനോട് ചേരുമാകെ ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അമേനൽപ്പകാലം മാത്രം ഇതിവാസം സർപ്പുരമാണോ എന്റെ നിത്യമീട്, എന്റെ നിത്യമീട്. ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനിടയിൽ. ഞങ്ങൾ എന്താണ് ഈ സന്ദേശങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ പറയുന്നതാകാം. അല്ല, ഈ ലോകത്തിൽ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, വളരെ ബോധമുണ്ട്, വളരെ ജ്ഞാനമുണ്ട്, അറിവിന്റെ ഉയരത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ അക്രമം, അനീതി, കൊള്ളിവെപ്പ്, കൊല, മനുഷ്യന് സമാധാനം ഇല്ലാത്ത അന്തരീക്ഷങ്ങൾ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്, പത്തനംതിട്ടയിൽ പൈശാചികമായ കൊല നടന്നു. വിദ്യാഭ്യാസമില്ലേ, അറിവില്ലേ, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ മനുഷ്യനെ തന്നെ കാണാൻ കഴിയാതെ അവന്റെ ബോധമനസ്സ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ കാര്യം? വിദ്യാഭ്യാസം കുറഞ്ഞിട്ടാണോ? പണം കുറഞ്ഞിട്ടാണോ? അറിവ് കുറഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാമുള്ള മനുഷ്യനാണ് മനുഷ്യനെ കൊല്ലാൻ, കൊള്ളിവെപ്പ്, അക്രമം കൂടാൻ, മനുഷ്യന്റെ സമനില തെറ്റി അവന്റെ ഉൾബോധം പോയി അവൻ മയോമത്തനായി ജീവിക്കുന്ന കാഴ്ചയാണ്. ഇതിന്റെ എല്ലാം പിന്നിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ പാപികളാണ്. ഈ പാപം ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എത്ര വിദ്യാഭ്യാസമുണ്ടായിട്ടും അറിവുണ്ടായിട്ടും ബോധമുണ്ടായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ വെമ്പൽ കൊടുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരായുസ് മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ ലോകത്തിൽ മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരു ജീവിതമില്ല. എന്നാൽ മരണം വരെ നന്നായി ജീവിക്കാൻ
നിങ്ങൾക്ക് അവസരമുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പാപത്തിന് പരിഹാരം വേണം. മനുഷ്യൻ പാപികളാണ്. ഈ ലോകത്തിലെ സകലരും പാപികളാണ്. ആ പാപത്തിൽ നിന്ന് മോചനം തരാൻ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് താഴെ ലോകത്തിലേക്ക് മനുഷ്യാവതാരമെടുത്ത ഒരേ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ പറയുന്നു നസ്രേനായ യേശു എന്നാണ്. ആ യേശു എന്തിനായി ലോകത്തിൽ വന്നത്? സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്താൻ. ഇന്നൊക്കെ 2025 വർഷത്തിന് മുമ്പ് മനുഷ്യനായി അവതരിച്ചതിന്റെ പ്രധാന ഉദ്ദേശം ഈ ലോകത്തിലെ മനുഷ്യവർഗങ്ങൾ ആര് പാപികളായി മരിക്കരുത്, അവരുടെ പാപത്തിനൊരു പരിഹാരം വരുത്താൻ യേശു കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ പേറിക്കൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ കയറി മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നു. മരിച്ച് അടക്കപ്പെട്ട് 3 നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗോന്നതങ്ങളിൽ ആ കർത്താവ് ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ആ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗം ഏറ്റു പറയുമെങ്കിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ട്, നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനമുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ട് അത് പറയാനാണ് ഞങ്ങൾ ഈ കവലയിൽ വന്നത്. ഇന്ന് അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ജീവിതത്തിൽ അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് യേശുവിലൂടെ പരിഹാരമുണ്ട്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് യേശു കടന്നു വരും. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിൽ ലോകത്തിലെ മനുഷ്യനോട് പറഞ്ഞാൽ, അറിവുള്ള ബോധമുള്ള ഡിഗ്രി ഉള്ളവരോട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. എന്നാൽ പരിഹാരം തരാൻ കഴിയുന്ന ഒരേ ആളുള്ളൂ. അത് ഞങ്ങൾ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന നസ്രേനായ യേശുവാണ്. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം പ്രശ്നങ്ങൾ മാറി സമാധാനം പ്രാപിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാനിടയാകും. നിങ്ങൾക്ക് പ്രശ്നമുള്ളപ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവനെ ഒടുക്കുക എന്നതല്ല ഏറ്റവും പ്രധാനമായ കാര്യം. അതിനെ നേരിടുക എന്നതാണ്, സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ്. എങ്ങനെ നേരിടാൻ പറ്റും? പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ വിശ്വസിക്കുമെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റി സമാധാനപൂർണമായ സന്തോഷപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കും. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ ഇതുവരെ സദ്രസം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ ഒരിക്കലിവിടെ പറയുന്നത്, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ട്, മോചനമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമാധാനം നിങ്ങൾക്ക് പ്രാപിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിപ്പാൻ കഴിയും. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല, മദ്യപാനം ഒരു പരിഹാരമല്ല, മയക്കുമരുന്ന് ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ കൊലയും അവസാനിപ്പിച്ച് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സമാധാനത്തോടെ കുടുംബത്തിൽ പാർക്കുവാനാണ് ദൈവം ഇങ്ങനെ മനുഷ്യനായി നമുക്ക് അവസരം തന്നിരിക്കുന്നത്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കുവാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളെ ഇതുവരെ നല്ല സന്ദേശങ്ങളും ഗാനങ്ങളും ശ്രവിച്ച നിങ്ങളോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിൽപ്പിൽ തന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ തുടർന്ന് സിസ്റ്റർ മിനിസ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പാതപീഠത്തിൽ കടന്നു സമയങ്ങളിൽ കർത്താവേ ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിച്ച അങ്ങയുടെ കൃപയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം. ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവിന് മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കി അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശവാസികൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഈ ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, വാഹനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, ഇതുവഴി കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവേ, നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദേശത്ത് കേട്ട വചനം ചില ജീവിതങ്ങൾക്ക് മാനസാന്തരത്തിന് കാരണമായി തീരുവാൻ, മദ്യപാനത്തിൽ കിടക്കുന്ന ചില കുടുംബങ്ങൾ കർത്താവ് വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കുമാണ്. കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിയുമ്പോൾ കർത്താവ് കേൾക്കപ്പെട്ട വചനം
അതിനവർക്ക് ജീവിതത്തിൽ കർത്താവ് വിടുതലും സൗഖ്യവും ആരോഗ്യമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമേ. അതിന് സംസാരിപ്പാൻ ദാസന്മാരെ അധികാരപ്പെടുത്തിയോണ്ട് സ്തോത്രം. ഇവിടെ നടപടി എല്ലാ കാര്യങ്ങളും ദൈവസാന്നിധ്യം വെളിപ്പെട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവേ, അതിന്റെ കൃപ ഈ ദേശത്തോട് കൂടെ ഇരിക്കണം. ദേശത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാതിരാജാവ്, യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഇതുവരെ സദൃശം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായി നിങ്ങൾക്ക് സംശയങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ സമീപത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പ്രാർത്ഥന കൂടി വരവുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നിങ്ങളെ നല്ല നിർദ്ദേശങ്ങൾ പറയാൻ പാസ്റ്റർ ജോൺ മാത്യു അവരുകൾ ഉണ്ട്. അവർ കുടുംബമായിട്ട് അവിടെ പാർക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദയവായി നിങ്ങളെ സമീപിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.